റെഡിയാണോ? എന്തൊരു മാസ്മരികമായ പരിചയപ്പെടുത്തലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ടടട്ട ആ പാട്ട് കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ സൈഡിൽ വെയിറ്റ് ചെയ്ത്. എനിവേ ഞങ്ങൾക്കൊരു നല്ല പരിചയപ്പെടുത്തല് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ഗ്രേസൻ കുര്യാക്കോസ്, കേരളത്തിന്റെ, കേരളീയരുടെ, മലയാളത്തിന്റെ, മലയാളികളുടെ, ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിന്റെ, നാനാജാതി മനുഷ്യരുടെ ഐശ്വര്യത്തിന്റെ രണ്ടക്ഷരമാണ് ഓണം. ഈ ഓണപരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സവിനയം സ്വാഗതം. അടിപൊളി കളറായി കേട്ടോ, സംഭവം കളറായി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു നിമിഷം നിങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ 90s കിഡ്സാണ്. അതായത് 90കളിലെ നമ്മളുടെ ഓണക്കാലത്തിലേക്കൊക്കെ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. അപ്പോൾ 90കളിലെ ഓണക്കാലം നമ്മളൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് അല്ലേ, അടിപൊളി ഓണപരിപാടികളൊക്കെ ആയിരുന്നു. എന്താ ഓണത്തെ പറ്റി വരുമ്പം സിതാരയുടെ മനസ്സിൽ എന്താ ആദ്യം വരുന്നത്? പൂക്കളം. പിന്നെന്താ വരുന്നേ? ഓണസദ്യ, ഊഞ്ഞാൽ. അതെ, ഊഞ്ഞാൽ വരുന്നുണ്ട്, ഓണസദ്യ വരുന്നുണ്ട്, പുലികളി. അടിപൊളി, വരട്ടെ പുലികളി. ഇപ്പൊ നമ്മുടെയൊക്കെ അവിടെ അടുത്തൊക്കെ ഒത്തിരി ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലേ, ചെറിയ ക്ലബ്ബുകളൊക്കെ നമ്മുടെ ഓണത്തിന്റെ സമയമാകുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. മത്സരങ്ങൾ ഓർക്കുന്നുണ്ട്? എന്തൊക്കെ മത്സരങ്ങളാണ് വരുന്നത്? വടംവലി ഇല്ലാതെ എന്ത് ഓണം? കറക്റ്റ്, വടംവലി ഇല്ലാതെ. നമ്മളിവിടെ വടംവലി ഉണ്ടായിരുന്നു. പിന്നെ പന്ത് കളി, എന്താ അപ്പം കളി. അടിപൊളി. നമ്മള് റൊട്ടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അപ്പം കളി. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ മോളി കെട്ടിച്ചെറുക്കിയിട്ട് നമ്മുടെ കണ്ണൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പരിപാടി, കലം തല്ലി പൊട്ടിക്കൽ. അങ്ങനെ അടിച്ചു പൊളിച്ച ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരുടെയും അങ്ങനെയുള്ള ഒരു അടിപൊളി പരിപാടികളായിരുന്നു നമ്മുടെ. ഓണത്തല്ല് സിതാര അവസാനം നമ്മളെ തല്ലി ഇറക്കാതിരുന്നാൽ മതിയായിരുന്നു. ഓണത്തല്ല്, അങ്ങനെ നല്ല പുലികളി, അങ്ങനെ ഒത്തിരി മനോഹരമായ ഒരു ഓണ കാലഘട്ടമായിരുന്നു നമ്മുടേത്. അതിനൊക്കെ ശേഷം നമ്മളിപ്പോ ഇവിടെ ഈ 2023 നമ്മള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാസർഗോഡുകാര് സോണിച്ചോണ്ട് എപ്പോഴാ കാസർഗോഡിന് പോയെ? ഓക്കെ, എന്തായാലും കണ്ണൂരുകാരുണ്ടെന്ന് ഉറപ്പാ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലെ നമ്മുടെ ഇവിടെ വന്നിട്ട്. അപ്പൊ എല്ലാവരും നമ്മളെ GMIയുടെ കുടക്കീഴില് നമ്മളിവിടെ വന്ന് അല്ലെ സിതാര, GMIയുടെ കുടക്കീഴിൽ നമ്മളിവിടെ വന്ന് അടിപൊളിയായിട്ട് നമ്മള് ഓണം ആഘോഷിക്കുകയാണ്. അപ്പം ഈ ഓണാഘോഷ സമയത്ത് നിങ്ങളിങ്ങനെ ഒത്തിരി കലാപരിപാടികൾ അല്ലെ, എന്തൊക്കെ പരിപാടികളാണ് വരാനുള്ളത്? ഒരുപാട് കുട്ടികൾ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഡാൻസുകളുണ്ട്, ഒരു ഏകലവ്യൻ ബാല വരാനുണ്ട്, പിന്നെ നമ്മള് ചെണ്ടമേളം വരാനുണ്ട് അല്ലെ, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ സിതാര, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം? കൈയടിക്കുക. ഒരു പിശുക്കും വരുന്നത് കേട്ടോ, ദയവായിട്ട് കൈയടിക്കാൻ ദയവായിട്ട് ഒരു പിശുക്കും കാണിച്ചേക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അപ്പൊ അത് നന്നായിട്ട് കൈയടിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം, ആർപ്പ് വിളിക്കണ്ടോ കാർപ്പ് വിളിക്കാം. പിന്നെ വേണമെങ്കിൽ കൂവുകയും ചെയ്യാം കേട്ടോ. അല്ലേ, എത്ര മനോഹരമായിരിക്കുന്നു. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ തരത്തിലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്കൊന്ന് നിങ്ങളിപ്പോൾ കുറേതായി തോന്നി. അത് നിങ്ങൾ നല്ല ആക്റ്റീവ് ടീമാണെന്ന് മനസ്സിലായി. എന്താണെങ്കിലും ഒത്തിരി സന്തോഷം. ഇനിയിപ്പോ നമ്മുടെ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ GMIയുടെ ഓപ്പണിംഗ് ഡാൻസ്, വെൽക്കം ഡാൻസ്. എപ്പോഴും നമ്മൾ ഏവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു 10-15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. വളരെ കളർഫുൾ ആണ്. ഏകദേശം GMIയിലെ മുതിർന്നവർ മുതൽ കുഞ്ഞുങ്ങൾ വരെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. വളരെ കളർഫുൾ ആണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അത് കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വെൽക്കം സോങ് ബൈ GMI. Thank you.